ആ വ്യക്തി ഇനി തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ ടാറോയോട് ചോദിച്ചപ്പോൾ നമുക്ക് ഈ എനർജിയാണ് വന്നിട്ടില്ല. അപ്പൊ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്ന നയൻ ഓഫ് സോഴ്സിന്റെ കാർഡാണ്. നയൻ ഓഫ് സോഴ്സിന്റെ കാർഡ് എന്ന് പറയുമ്പോൾ ഒത്തിരി വിഷമിക്കുകയും രാത്രി എഴുന്നേറ്റ് കരയുകയും ഉറക്കമില്ലായ്മയും ഒക്കെ ഒരു നെഗറ്റീവ് കാർഡാണ്. അപ്പം ആരൊക്കെയോ ഈ ബന്ധത്തിൽ നിന്നും സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇത് പാർട്ട്നേഴ്സിനും റിലേഷൻഷിപ്പിലുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്നത്. ഇപ്പൊ അമ്മ മക്കൾ ബന്ധമായാലും പലതിനെ വഴിക്കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സഹോദരൻ സഹോദരൻ ആർക്കായാലും റീഡിങ് കാണാം. ആദ്യത്തെ കാർഡ് സിക്സ് ഓഫ് സോഡിന്റെ എനർജിയാണ്. അപ്പം ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. അപ്പം ആ വ്യക്തി ഇനി തിരിച്ചു വരുവാൻ ചോദിച്ചിട്ട് ആ പാസ്റ്റിൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയെ, പക്ഷെ പ്രശ്നം നിങ്ങളുമായിട്ട് വലിയൊരു കോണ്ടാക്ട് ഒന്നുമില്ല. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ് തന്നെ വരുന്നത്. അപ്പം ഒരു കപ്പ് ഓഫ് ലവുമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അപ്പം പുതിയ തുടക്കത്തിന് ആ വ്യക്തി തയ്യാറാകുമെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് സിക്സ് ഓഫ് കപ്പിന്റെ എനർജി. അടുത്ത കാർഡ് ത്രീ ഓഫ് സോഴ്സ് ആണ്. ത്രീ ഓഫ് സോഴ്സ് പറയുന്നത് ഈ ബന്ധത്തിൽ നിന്ന് ആ വ്യക്തി ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇതൊരു നെഗറ്റീവ് കാർഡാണ്. അപ്പോൾ ഈ ബന്ധത്തിൽ നിന്ന് തന്നെ ആ വ്യക്തിക്ക് അസാമാന്യമായ വേദന, പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നുകൊണ്ട് ആ വ്യക്തി ഇനി തിരിച്ചു വരാൻ ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് ഒത്തിരിയധികം വിഷമിച്ചിട്ടാണ് ആ വ്യക്തി പോയത്. അങ്ങനെ ദൂരേക്ക് നടന്ന് അകന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡിലേക്ക് കാണുന്നത്. ഈ വ്യക്തിയുടെ കാർഡ് ഈ കാർഡുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ വ്യക്തി വളരെയധികം വിഷമിച്ചിട്ടുണ്ട്, ഇപ്പോഴും വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഇപ്പോൾ വളരെയധികം കുറവാണ് എന്നാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഫ്യൂച്ചറിൽ എപ്പോഴും നടക്കുമെന്നല്ലാതെ ഇപ്പൊ അടുത്ത സമയത്തൊന്നും ഈ വ്യക്തി ഇത് ഇങ്ങോട്ട് നടന്നു വരില്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഹട്ടായ റിലേഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് ദി ടവർ എന്ന സിറ്റുവേഷൻ ആണ്. ദി ടവർ എന്ന കാർഡ് പറയുന്നത് ആ വ്യക്തിയിൽ ഒത്തിരി അഹങ്കാരവും ഒക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു ആ വ്യക്തി നടന്നു പോകുന്നത്. അതൊന്നും തീരാതെ വ്യക്തി വന്നിട്ടും കാര്യമില്ല. ചിലപ്പോൾ ചെറിയ ആൽക്കഹോളിക്കോ മറ്റെന്തെങ്കിലും ഹാബിറ്റോ ഉള്ള ഒരാളാണെങ്കിൽ എന്തിന്റെയെങ്കിലും വാക്കുതർക്കത്തിന്റെ പേരിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയിലെ ഈഗോയോ ആ വ്യക്തിയുടെ അഹങ്കാരമോ കൊണ്ടുവച്ച് തകർക്കുന്ന വരെ ആ വ്യക്തി ആ മെത്തേഡിൽ തന്നെ പോകത്തുള്ളൂ. അത് തകർന്ന് കഴിയുമ്പോഴാണ് ആ വ്യക്തി തിരിച്ചു വരത്തുള്ളൂ. അത് ആ ടവർ സിറ്റുവേഷൻ ആ വ്യക്തിയിൽ ക്രിയേറ്റ് ആവുകയും ചെയ്യും. പിന്നീട് അത് വ്യക്തി തിരിച്ചു വരികയും ചെയ്ത് ഒരു പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ വ്യക്തി ആ ടവർ സിറ്റുവേഷൻ വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് ഈ കാർഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫൈവ് ഓഫ് കപ്പിന്റെ കാർഡാണ്. ഫൈവ് ഓഫ് കപ്പിന്റെ കാർഡ് എന്ന് പറഞ്ഞാൽ അൺലക്കി ഫൈവ് ആണ് വന്നിരിക്കുന്നത്. അൺലക്കി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമ്പന്നനായ ഒരു ആളാണ്. പക്ഷെ ആ വ്യക്തിയെ സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ ആരുമില്ല. ആരൊക്കെ ഇട്ടിട്ട് പോയ ഒരു പ്രവൃത്തിയാണ്. ചിലപ്പോ ഒരു ബന്ധത്തിൽ നിന്നാവാം, എല്ലാവരും മക്കളെയും കൂട്ടി ഇട്ടിട്ട് പോയ ഒരു എനർജിയായി ഒറ്റപ്പെട്ടു പോയി. അപ്പൊ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയായി ഒറ്റപ്പെട്ടു പോയി എന്നാണ്. എന്നാൽ പുറകിൽ നിന്ന് പ്രപഞ്ചം ഒരു രണ്ട് നല്ല കപ്പ് കൊടുക്കുന്നുണ്ട്. അത് ആ വ്യക്തി കാണുന്നു ഇല്ല. അപ്പൊ ഒറ്റപ്പെട്ട് നിർനിമേഷനായി നിൽക്കുന്ന ഇത് ചിലപ്പം റിലേഷൻഷിപ്പിൽ ചിലപ്പോ ഒറ്റപ്പെട്ട ആ വ്യക്തി നിൽക്കാവുന്നതിന് കാരണം ചിലപ്പം ആ വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ച് കാണും ഈ ലൈഫിൽ. അതുകൊണ്ടാണ് ഈ വ്യക്തി തിരിച്ചു വരാതെ. അപ്പൊ ഈ സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞിട്ട് ഈ വ്യക്തിയിൽ ഒരു മാറ്റങ്ങൾക്ക് തുടക്കമാകത്തുള്ളൂ. അപ്പം ഇപ്പം ഈ വ്യക്തി ആ പോയതിലൊക്കെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. ഈ വ്യക്തിയിൽ ഈ സങ്കടങ്ങളൊക്കെ മാറി ഒരു ടൈം ടേക്കിംഗ് എടുത്ത് മാത്രമേ ഈ വ്യക്തി ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റും. എന്നാലും കുറെ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം എന്നാണ് ഈ കാർഡ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സങ്കടപ്പെട്ടിട്ടാണ് ആ മനുഷ്യനെല്ലാം ഉണ്ടായിട്ടും ആ വേണ്ടത് ഇല്ല എന്നുള്ള ഒരു സങ്കടത്തിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് കാർഡിൽ കാണുന്നത്. അടുത്തത് ഏസ് ഓഫ് കപ്പ്. അത് സ്നേഹത്തിന്റെയോ പുതിയ തുടക്കങ്ങളായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ പിണങ്ങിപ്പോയവരാകാം, ഒരുമിച്ച് ചേരുന്നു, ഇല്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ച് പുതിയൊരു സ്നേഹം വരുന്നതാകാം. അങ്ങനെയൊക്കെ ഒരു കാർഡാണ് ഏസ് ഓഫ് കപ്സിന്റെ കാർഡ്. അപ്പൊ നമ്മൾക്ക് സ്നേഹിക്കാൻ അർഹതപ്പെട്ടവരാണെങ്കിലും നമ്മൾക്ക് നല്ലൊരു സ്നേഹം വന്നു ചേരുന്നില്ല എന്ന് നിങ്ങൾ ദുഃഖിച്ചവരാണെങ്കിൽ നിങ്ങളിലേക്ക് ഒരു സ്നേഹം വന്നു ചേരുന്നു. ചിലപ്പം ഓൾറെഡി സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുന്നവരായിരിക്കും. ആ വ്യക്തിയിൽ ഒരു മാറ്റം വരുമായിരിക്കും. ഇല്ല എങ്കിൽ പ്രപഞ്ചമായിട്ട് നിങ്ങൾക്ക് ഒരു സ്നേഹത്തിന്റെ കപ്പ് തരുന്നതായിരിക്കും. അപ്പൊ ഈ വ്യക്തി ഒന്നുകിൽ തിരിച്ചു വരും, ഇല്ല എങ്കിൽ ഒരു നല്ല സ്നേഹം നിങ്ങളെ അന്വേഷിച്ചു വരുമെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത കാർഡ് വന്നത് ത്രീ ഓഫ്
കപ്പിന്റെ കാർഡാണ്. 3 ഓഫ് കപ്പിന്റെ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ അടുത്ത സമയത്തായി നിങ്ങളുടെ ലൈഫിൽ ഒരു സെലിബ്രേഷൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഈ വ്യക്തി തിരിച്ചു വരുന്ന ഒരു ഇതിൽ വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ആ വ്യക്തി തിരിച്ചു വരികയും ചെയ്യും. ഒരു സെലിബ്രേഷനുള്ള ചാൻസും ഈ കാർഡിൽ കാണിക്കുന്നുണ്ട്. അപ്പം ആ വ്യക്തി തിരിച്ചു വന്ന ശേഷം ഒരു കൂട്ടിച്ചേരലും ഒരു സെലിബ്രേഷനും നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് ഈ കാർഡിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓൾ ഓവർ ആയിട്ട് രണ്ട് കാർഡുകളെ നെഗറ്റീവായിട്ട് വന്നത്, ബാക്കിയുള്ള കാർഡുകളൊക്കെ കൊടുത്തിരുന്നത് പോസിറ്റീവായിട്ട്. ഇത് തീർത്തും പോസിറ്റീവായ കാർഡുകളാണ് അപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് സ്പ്രെഡ് വന്നത്. അപ്പൊ ചില കാർഡുകളെ നോക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്, ചില കാർഡുകളെ നോക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചു വരാനും ചാൻസ് വളരെ കുറവാണ്. അപ്പം എസ്പെഷ്യലി ബോട്ടം ഓഫ് ദ നമുക്ക് വന്നത് 9 ഓഫ് സോർഡ്സിന്റെ എനർജി ആയതുകൊണ്ട് പോയവരെയും തിരിച്ചു വരാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ വ്യക്തിയിൽ മാത്രം ഒരു ടവർ സിറ്റുവേഷൻ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ടവർ സ്ട്രെസ് തുടങ്ങി തിരിച്ചു കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതായിരുന്നു സ്പ്രെഡ്. ആ വ്യക്തി ഇനിയും തിരിച്ച് കുറച്ച് ആൾക്കാർക്ക് റെസിനേറ്റ്, ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. ചിലവർക്ക് റെസിനേറ്റ് ആവും, ചിലവർക്ക് റെസിനേറ്റ് ആവത്ത് ഇല്ല. അപ്പം നിങ്ങൾ റെസിനേറ്റ് ആയത് കമന്റ് ചെയ്യുക, അറ്റ്ലീസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ്. അപ്പം റീഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു.